നമസ്കാരം. CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്ന് മത്സരിച്ച KJ ഷൈൻ ടീച്ചറിനെതിരെ ചില വിവാദ പരാമർശങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഇത്തരം വിവാദങ്ങളിൽ ഷൈൻ ടീച്ചറുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മാധ്യമം പരാമർശിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളതറിയില്ല. വൈപ്പിൻ MLA ആയ KN ഉണ്ണികൃഷ്ണനെയും KJ ഷൈൻ ടീച്ചറെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കഥകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഈ കഥകളുടെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് KM ഷാജഹാൻ ചെയ്ത ഒരു വീഡിയോ, അതായത് KM ഷാജഹാൻ തൻ്റെ യൂട്യൂബ് ചാനലായ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട ചില വാർത്തകളിൽ ഷൈൻ ടീച്ചറിനെതിരെ ചില അപകീർത്തികരങ്ങളായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഷൈൻ ടീച്ചർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ KM ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് CJM കോടതിയിൽ നിന്നും KM ഷാജഹാൻ ജാമ്യമെടുത്ത് പുറത്തിറങ്ങുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ KJ ഷൈൻ ടീച്ചർ KM ഷാജഹാനെതിരെ 2 പരാതിയാണ് നൽകിയത്. ആദ്യത്തെ പരാതിയിൽ ഷാജഹാൻ്റെ വീട് റെയ്ഡ് ചെയ്ത പോലീസ് അവിടെ നിന്നും വിലപ്പെട്ട രേഖകൾ, അതായത് KM ഷാജഹാൻ്റെ ഐഫോൺ അടക്കം പിടിച്ചെടുക്കുകയും ഷൈൻ ടീച്ചറെ കുറിച്ച് വിവാദപരമായ വാർത്ത ചെയ്തു എന്ന് പറയുന്ന മെമ്മറി കാർഡ് കണ്ടെടുക്കുകയും എല്ലാം ചെയ്തു. പിന്നീട് ചോദ്യം ചെയ്യലിന് ശേഷം ഷാജഹാനെ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ ഈ നടപടിയിൽ തൃപ്തിയാകാതിരുന്ന ഷൈൻ ടീച്ചറോ അല്ലെങ്കിൽ ഷൈൻ ടീച്ചറിൻ്റെ പുറകിലുള്ള ആരെങ്കിലുമാണോ എന്നറിയില്ല, വീണ്ടും KM ഷാജഹാനെതിരെ ഷൈൻ ടീച്ചറിനെ കൊണ്ട് വീണ്ടും ഒരു കേസ് കൊടുപ്പിച്ചു, അല്ലെങ്കിൽ ഷൈൻ ടീച്ചർ ഒരു കേസ് കൊടുത്തു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് ഷാജഹാൻ്റെ വീട്ടിൽ പോലീസ് ചെല്ലുകയും അവിടെ നിന്ന് രാത്രി തന്നെ ഷാജഹാനെ കടത്തിക്കൊണ്ടുവരികയും പിറ്റേ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും എല്ലാം ചെയ്യുന്ന നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. എന്നാൽ ഈ കേസിൽ പോലീസിൻ്റെ നടപടിക്രമങ്ങളെയും സർക്കാരിൻ്റെ നടപടിക്രമങ്ങളെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് എറണാകുളം CJM കോടതി KM ഷാജഹാന് ജാമ്യം അനുവദിക്കുകയുണ്ടായി. എന്നാൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്ത അവസരത്തിൽ KJ ഷൈൻ ടീച്ചർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. KM ഷാജഹാനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പരാമർശം ഷൈൻ ടീച്ചർ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സമൂഹത്തിന് മേലേക്ക് ചില ആളുകൾ മാലിന്യം വലിച്ചെറിയും. അങ്ങനെ മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ നടപടിക്രമങ്ങളിലൂടെ അത് നിർത്തലാക്കിയിരിക്കുന്നു. അതിന് സർക്കാർ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ ആരെങ്കിലും സമൂഹത്തിന് മേലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതൊരു പാഠമായിരിക്കും. നമ്മൾ ആരും തന്നെ സമൂഹത്തിലേക്ക് മാലിന്യം വലിച്ചെറിയാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് ഷൈൻ ടീച്ചറുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്ന. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷൈൻ ടീച്ചർ ഇത്തരം പ്രസ്താവന കൊടുത്തത്. ബഹുമാന്യായ ഷൈൻ ടീച്ചറിനോടൊരു ചോദ്യം ചോദിക്കാൻ ഈ തരുണത്തിൽ മുതിരുകയാണ്. സ്ത്രീത്വത്തെ അവഹേളിച്ചു എന്ന് പറയുന്ന പരാമർശങ്ങൾ അങ്ങേക്കെതിരെ ഉണ്ടായി എന്ന് പറയുന്നതിൽ തീർച്ചയായും അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല. ഒരു സ്ത്രീയെ എന്നല്ല, ആരോടും ഒരു വ്യക്തിയോടും ആരും അകാരണമായ രീതിയിലോ അല്ല എന്നുണ്ടെങ്കിൽ അടിസ്ഥാനരഹിതമായി അവരെ ഒരു തരത്തിലും വെല്ലുവിളിക്കുന്ന രീതിയിലോ മാനസികവും ശാരീരികവും ആത്മീയവും സാമൂഹ്യമായ രീതിയിൽ ആരെയും വ്രണപ്പെടുത്താൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങളുടേതും. ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ അത്തരം ആവിഷ്കാര മൂല്യങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നാളിതുവരെയും വാർത്ത ചെയ്യുന്നതും എന്നും പറയട്ടെ. എന്നാൽ ഷൈൻ ടീച്ചർക്ക് നേരെ ആരെങ്കിലും ഇത്തരം ഷൈൻ ടീച്ചറുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു കയറി മോശമായ രീതിയിൽ അങ്ങയെ സമൂഹത്തിൽ അപകീർത്തികരമായ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങേക്ക് അതിന് നടപടിയെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. തീർച്ചയായും അങ്ങ് അത് ചെയ്തിരിക്കുന്നു. സ്ത്രീകൾക്ക് അക്കാര്യത്തിൽ അങ്ങൊരു മാതൃകയായി തീരട്ടെ. എന്നാൽ അങ്ങ് മാലിന്യത്തെക്കുറിച്ച് സംസാരിച്ച ചില പരാമർശങ്ങളോടാണ് അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. ചില ആളുകൾ സമൂഹത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. അത് പലരുടെയും ശരീരത്തിൽ വന്നു വീഴുന്നു. മലീമസമായ അത്തരം സാഹചര്യത്തിലൂടെ നടക്കേണ്ടി വരുന്നവർക്ക് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു. സാമൂഹ്യമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിലും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെയാണ് താങ്കളുടെ ആ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട ഷൈൻ ടീച്ചർ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മൺമറഞ്ഞ മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങ് ഓർക്കുന്നുണ്ടാവും. അങ്ങൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി കൂടിയാണല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരെ തികഞ്ഞ ലൈംഗിക ആരോപണം ഉയർത്തിയത് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ വക്താക്കളാണ്. ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികളിൽ ഏറ്റവും വലിയ ഘടകകക്ഷിയായ CPIയുടെ മന്ത്രിയായിരുന്ന C. ദിവാകരൻ തൻ്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന കൃത്യമായ ആസൂത്രിതമായ
നീക്കങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ജഡ്ജിയെയും സരിത എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെയും ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 15 കോടി രൂപയോളം മുതൽ മുടക്കി കണാകുണ റിപ്പോർട്ട് എഴുതി വെച്ചു എന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മന്ത്രിയായിരുന്ന ഒരാൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എതിരെ സംസാരിച്ചിരിക്കുന്നത്. അതായത് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി സോളാർ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇടതുപക്ഷത്തുള്ള ചില ആളുകൾ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികപരമായ ഒരു ആരോപണം കെട്ടിച്ചമച്ചിറക്കുകയായിരുന്നു എന്നാണ് സി ദിവാകരൻ്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രൈംബ്രാഞ്ചും വിജിലൻസും എല്ലാം അന്വേഷിക്കുകയും ഈ ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ലൈംഗിക പീഡന പരാതിയിന്മേൽ യാതൊരു തെളിവും കണ്ടെത്താൻ സാധിക്കാതെ വന്നതിനാൽ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കേസ് CBIക്ക് വിടുന്നു. CBI അന്വേഷിച്ചിട്ടും ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തുമ്പും കണ്ടെത്താൻ സാധിക്കുന്നില്ല. CBI ആ കേസ് എഴുതി തള്ളുന്നു. ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന് വിധിക്കുന്നു. അപ്പോഴേക്കും ഉമ്മൻചാണ്ടി മൃതപ്രായനായി തീർന്നിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് താൻ കുറ്റക്കാരനല്ല എന്നുള്ള കോടതി വിധി കേട്ടിട്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ രാഷ്ട്രീയപരമായും കുടുംബപരമായും അദ്ദേഹം തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ക്യാൻസർ ബാധിതനായ അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നതിന് ഇത്തരം ചില സമ്മർദ്ദങ്ങൾ കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പിന്നീട് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഷൈൻ ടീച്ചറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉമ്മൻചാണ്ടിക്കെതിരെ കൃത്യമായി കരുനീക്കം നടത്തി എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഘടകകക്ഷിയായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മന്ത്രിയായിരുന്ന സി ദിവാകരൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ താങ്കളുടെ പാർട്ടി വലിച്ചെറിഞ്ഞ ഈ മാലിന്യത്തെക്കുറിച്ച് നാളിതുവരെയും താങ്കൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. താങ്കളുടെ കുടുംബജീവിതത്തിനും താങ്കളുടെ സ്വകാര്യ ജീവിതത്തിനും താങ്കളുടെ വ്യക്തി ജീവിതത്തിനും താങ്കളുടെ സാമൂഹ്യ ജീവിതത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ KM ഷാജഹാൻ ചില മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ താങ്കളുടെ മനോവികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെയായിരുന്നില്ലേ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൻ്റെ മേലിലും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മേലിലും ഉമ്മൻചാണ്ടിയുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ മേലിലും ഉമ്മൻചാണ്ടിയുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മേലിലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ അങ്ങയുടെ പാർട്ടിക്കാർ അങ്ങയുടെ പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾ വലിച്ചെറിഞ്ഞത്? ഇതിനെക്കുറിച്ച് ഒരു വനിത എന്ന രീതിയിൽ അങ്ങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെക്കുറിച്ചോ ഉമ്മൻചാണ്ടിയുടെ പെൺമക്കളെക്കുറിച്ചോ അങ്ങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബഹുമാനിയായ ഷൈൻ ടീച്ചർ ഇതിനെപ്പോഴെങ്കിലും മറുപടി തരും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാലിന്യം ആരെങ്കിലും വലിച്ചെറിയുമ്പോൾ ഞങ്ങളുടെ വളപ്പിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മറ്റുള്ള ആളുകളുടെ വലിപ്പിലേക്ക് ഞങ്ങൾക്ക് വലിച്ചെറിയാം എന്നുള്ളൊരു നയം ആണോ ടീച്ചർ ഇതിൽ പുലർത്തുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. ഇനി അധികകാലം പുറകോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരെ താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ള എത്ര ആളുകളാണ് ഇതുപോലെ ലൈംഗിക പീഡന ആരോപണങ്ങളുടെ കഥകളാകുന്ന മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിലിരുത്തിയത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇറങ്ങിയപ്പോഴും കോളാമ്പി മൈക്ക് സൈക്കിളിൽ വെച്ച് കെട്ടി സ്ത്രീപീഡകൻ നാട്ടിലിറങ്ങിയിരിക്കുന്നു, അമ്മമാരും പെങ്ങന്മാരും വാതിലടച്ചിരിക്കണം എന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അത്തരം ശബ്ദായമാനമായ മാലിന്യങ്ങൾ സമൂഹത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങയുടെ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനക്കാരായ DYFI കുറിച്ച് അങ്ങയുടെ പാർട്ടിയിലെ CPM നേതാക്കളെക്കുറിച്ചും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? രാഹുലിനെതിരെ ഇത്തരം മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ അങ്ങ് എവിടെയായിരുന്നു? ഇനി അതും മാറ്റിവെക്കാം. ഷാഫി പറമ്പിൽ എന്ന വടകര MP-ക്കെതിരെ ഇപ്പോൾ അതിലും വലിയൊരു മാലിന്യമാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഷാഫി പറമ്പിൽ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ വരൂ നമുക്ക് ബംഗളൂരുവിലേക്ക് ഒരു ട്രിപ്പിന് പോകാം എന്നാണ് EN സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ ഇതിന് മാധ്യമങ്ങളുടെ മുന്നിലുണ്ട്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളുടെയും ആർക്കൈവ്സിൽ ഇത്തരം പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോകൾ ഉണ്ടാകും. താങ്കൾക്ക് അത് കണ്ടെത്താൻ സാധിക്കും. താങ്കളും അത് കണ്ടു കാണും. അങ്ങനെയെങ്കിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആളെക്കുറിച്ച് കൃത്യമായി അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ജാഗ്രതയോടുകൂടി സംസാരിക്കുന്ന ഷൈൻ ടീച്ചർ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെതിരെ അങ്ങയുടെ പ്രസ്ഥാനത്തിലെ ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു ഇങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിൻ്റെ മാലിന്യം വലിച്ചെറിഞ്ഞപ്പോൾ അങ്ങ് കമ എന്നൊരക്ഷരം മിണ്ടാതെ മാളത്തിൽ ഒളിച്ചിരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല? സാംസ്കാരിക അവബോധമുള്ള ഒരു ടീച്ചർ എന്ന നിലയിലെങ്കിലും താങ്കൾ സമൂഹത്തിലെ ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ മാലിന്യങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടതല്ലേ? തൻ്റെ സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മേൽ മാത്രം മാലിന്യങ്ങൾ വന്നു വീഴുമ്പോൾ അതേക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നു സംസാരിക്കുന്നു എന്നുള്ള ഒരു നിലപാട് ഒരു പൊതുപ്രവർത്തകയ്ക്ക് ചേർന്നതാണോ എന്നുള്ളത് അങ്ങ് മറുപടി പറയണം. ഇത്തരത്തിലൊരു വാർത്ത സംപ്രേഷണം ചെയ്തതിൻ്റെ പേരിൽ ഇനി ക്രൈം ഓൺലൈൻ്റെ പേരിലോ അല്ലെങ്കിൽ ഈ വാർത്ത അവതരിപ്പിച്ച എൻ്റെ പേരിലോ വ്യക്തിപരമായി താങ്കൾ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളുമോ എന്ന് നമുക്കറിയില്ല. അതെന്ത് തന്നെയായാലും സത്യം തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വൈഷമ്യങ്ങളുമില്ല, യാതൊരു തരത്തിലുള്ള ഭീഷണിയും നേരിടുന്നില്ല, ആരെയും ഭയക്കുന്നില്ല. ബഹുമാന്യയായ ടീച്ചർ ഇതിനൊരു ഉത്തരം തരും എന്ന് വിശ്വസിക്കുന്നു. മാലിന്യ സംസ്കരണം എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. പൊതു ഇടങ്ങളിലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും വളപ്പിലേക്കോ മറ്റാരുടെയെങ്കിലും വ്യക്തി ജീവിതത്തിലേക്കോ ആരും ഒരു മാലിന്യവും വലിച്ചെറിയാൻ പാടില്ല.
അത് ജൈവ മാലിന്യമാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജുഗുപ്സാവഹമായ മാലിന്യങ്ങളാവട്ടെ, പീഡന കഥകളുടെ, ലൈംഗിക പീഡനങ്ങളുടെ മാലിന്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന വാക്മാലിന്യങ്ങളാവട്ടെ, ആരും ആരുടെ പേരിലും ഒരു മാലിന്യം വർഷിക്കാൻ പാടില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടേത്. താങ്കൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആളുകളെക്കുറിച്ചും സംസാരിച്ചപ്പോഴാണ് അതിന് ഒരു ചോദ്യം ചോദിക്കണം എന്ന് തോന്നിയത്. ദയവായി അങ്ങ് ഇത്തരം ചോദ്യങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങയുടെ സൗകര്യം പോലെ ഒരു മറുപടി തരും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സാംസ്കാരിക മണ്ഡലത്തിൽ ആരും ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും വലിച്ചെറിയാൻ പാടില്ല. ഈ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലം ജുഗുപ്സാവഹമായ മാലിന്യങ്ങൾ കൊണ്ട് നിറയാതിരിക്കട്ടെ. അച്ചസ്ഫടിക ശുദ്ധമായ രാഷ്ട്രീയവും ആദർശവും വച്ചു പുലർത്തി, രാഷ്ട്രീയ ആദർശങ്ങൾ മുൻനിർത്തി താങ്കൾ ഉൾപ്പെടെ എല്ലാവരും വോട്ട് ചോദിക്കൂ. ജനങ്ങൾക്ക് പൊതുപ്രവർത്തനം നടത്തുവാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് വരൂ. ഇത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പരസ്പരം സ്ത്രീപീഡന കേസുകളുടെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് അപകീർത്തിപ്പെടുത്തി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലം ആരും അപകീർത്തിപ്പെടുത്താതിരിക്കട്ടെ, മലിനപ്പെടുത്താതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഷൈൻ ടീച്ചർ എപ്പോഴെങ്കിലും ഇതിന് മറുപടി തരും എന്ന് പ്രതീക്ഷിക്കുന്നു.